പാലക്കും സ്വീറ്റ് കോണും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇന്ന് ഇത് രണ്ടും ഉപയോഗിച്ചിട്ട് നല്ലൊരു സിമ്പിൾ ബേക്ക് കാണാം. ഞാൻ മഹിമാസിമോൻ, വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഈ ബേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ബട്ടർ, 1-2 ടീസ്പൂൺ ബട്ടർ ചേർക്കാം. ഒപ്പം തന്നെ 2 ടീസ്പൂൺ ഒലിവ് ഓയിൽ. ഒലിവ് ഓയിലിന് പകരം സൺഫ്ലവർ ഓയിലൊക്കെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിലേക്ക് ഒരു 5 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കാം. വെളുത്തുള്ളിയുടെ നല്ലൊരു മണം വരുമ്പോൾ സവോള, ഒരു വലിയ സവോള റഫായിട്ട് ചോപ്പ് ചെയ്തത്. ഈ സവോള നന്നായിട്ട് സോഫ്റ്റ് ആണ്, നമുക്ക് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത് അധികം എരിവില്ലാത്ത ചില്ലി ഫ്ലേക്സ് ആണ്. എരിവ് കണക്കാക്കി ഉപയോഗിക്കുക. 1 കപ്പ് സ്വീറ്റ് കോൺ, ഇത് നമുക്ക് ഫ്രോസൺ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ഫ്രോസൺ ആയിട്ടുള്ള ഉപയോഗിച്ചേക്കുന്നത് 1 കപ്പ്. പെട്ടെന്നൊരു ഡിന്നറായിട്ടൊക്കെ ഉണ്ടാക്കാൻ നല്ലൊരു ഓപ്ഷനാണിത്. കോണും സ്പിനച്ചും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, പാലക്കും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ സോൾട്ട്. ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ പാലക് ചീര ഒരു 3 കപ്പ് ചോപ്പ് ചെയ്താണ്, വലിയൊരു ബഞ്ചാണ് എടുത്തേക്കുന്നത്. അളന്ന് നോക്കുവാണെങ്കിൽ മെഷറിംഗ് കപ്പിൽ 3 കപ്പ് നിറച്ചുണ്ട്. അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. റഫായിട്ട് ചോപ്പ് ചെയ്താൽ മതി. ഞാൻ തണ്ട് ഉപയോഗിച്ചിട്ടില്ല, ഇല മാത്രം ഉപയോഗിച്ചിട്ട്. പാലക്ക് ഇത്രയും ക്വാണ്ടിറ്റി തോന്നുന്നുണ്ടെങ്കിലും അതൊന്ന് കുക്ക് ചെയ്ത് തരുമ്പോഴത്തേക്ക് എല്ലാം കൂടെ അങ്ങ് ക്വാണ്ടിറ്റി തീരെ കുറയും. പാലക്ക് ഇട്ട ശേഷം അധികം കുക്കിംഗ് ഇല്ല, പെട്ടെന്ന് കുക്കാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് വെള്ളത്തിൻ്റെ അളവ്, വാട്ടർ കണ്ടന്റ് ഒട്ടും ഉണ്ടാകാൻ പാടില്ല. ഡ്രൈ ആക്കി എടുക്കണം. ഇതിനകത്തുള്ള വെള്ളം മൊത്തം പറ്റണം, അതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത്. പാലക്കിട്ട ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് വെള്ളം പറ്റുന്ന വരെ കുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ഇത് ഫുൾ ഡ്രൈ ആയി, ഒട്ടും വെള്ളമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് പെപ്പർ കൂടി ഇടാം. ടേസ്റ്റ് ചെയ്തിട്ട് എപ്പോഴും ഉപ്പൊക്കെ അവരുടെ കണക്കാക്കി ഇടുക. ഞാൻ ആദ്യം ഇട്ട് 1/2 ടീസ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ ചീസൊക്കെ ഇടും, അപ്പം ആ ഫ്ലേവർ കിട്ടും. കൂടാതെ 1/2 ടീസ്പൂൺ പാഴ്സ്ലയും കൂടി ഇടാം, ഡ്രൈഡ് പാഴ്സ്ലേ. ഇനി ഈ മിക്സ്ചർ ഓഫ് ചെയ്യുക. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിടുക. അടുത്തായിട്ട് നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കണം. ഇത് മാറ്റി വെച്ച ശേഷം വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് മൈദ 2 ടേബിൾ സ്പൂൺ തന്നെ ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇവിടെ നമുക്ക് മൈദ കുക്ക് ആവുകയും വേണം, കരിഞ്ഞു പോകാൻ പാടില്ല. ഇതിങ്ങനെ ബബിൾ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് പാലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ആ മൈദയുടെ ഒരു പച്ചച്ചോവ ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് കുക്കാവണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് പാലൊഴിക്കാം. തീ കുറച്ച് വെച്ച ശേഷം പാല് കുറേശ്ശെ ആഡ് ചെയ്യുക. ഗ്രാജുവലി ആഡ് ചെയ്യുക. 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. ഞാൻ 1/2 കപ്പ് ബാക്കി വെച്ചിട്ട് ബാക്കി ഫുൾ ഒഴിച്ചു. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. തിക്നെസ് നോക്കിയിട്ട് പിന്നീട് ചേർക്കാം. നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാട് തിക്കാണെങ്കിൽ എക്സ്ട്രാ പാൽ ഒഴിക്കുക. നമ്മുടെ ഈ പാലിൻ്റെ മിക്സർ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. നമ്മൾ ഒരു 1/2 കപ്പ് പാല് ഒഴിച്ചിട്ടില്ല, ഒരു 400 ml പാലോളം ചേർത്തിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം. ഈ പാലിന് വേണ്ട ഉപ്പും പെപ്പറും ഒക്കെ ചേർക്കാനായിട്ടുണ്ട്. ഇത് വൈറ്റ് സോസ് ആണ്, bechamel സോസ് എന്നും പറയും. ഇതിന് വേണ്ട സോൾട്ട് ആൻഡ് പെപ്പർ ചേർക്കാം.
1/4 ടീസ്പൂൺ സോൾട്ടും 1/4 ടീസ്പൂൺ പെപ്പറും ചേർത്തു. അടുത്തായിട്ട് നമുക്കിതിനെ അസംബിൾ ചെയ്യണം. ഇത് മാറ്റി വെക്കാം. അസംബിൾ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ഏകദേശം ഒരു 1.5 ഇഞ്ച് പാനാണ്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിക്സ്ചർ ചേർക്കാം. നമ്മൾ ഉണ്ടാക്കിയ വൈറ്റ് സോസ് ഇടണം. അതിന് മുമ്പായിട്ട് വൈറ്റ് സോസിൽ കുറച്ച് ചീസ് കൂടെ ചേർക്കാം. ഒരു 2 ക്യൂബ് ചീസാണ് ഞാൻ ചേർക്കുന്നത്. ഒത്തിരി സ്പൈസി ഒന്നും അല്ലാത്തൊരു ഡിഷാണ്, വളരെ മൈൽഡ് ഫ്ലേവറുള്ള ഡിഷാണ്. അതേപോലെ ഒരു ക്യൂബും കൂടെ ഗ്രേറ്റ് ചെയ്തിടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വൈറ്റ് സോസിൽ. വൈറ്റ് സോസിൽ നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടില്ല, ചീസും കൂടെ കണക്കാക്കിയാണ് ഉപ്പ് കുറച്ചിട്ടിരുന്നത്. ഇതിൻ്റെ പുറത്തേക്ക് ഒഴിക്കുക. ഇങ്ങനെ ബേക്ക് ചെയ്യാം. മേലെ കുറച്ച് ചീസ് കൂടെ ഇട്ട് ബേക്ക് ചെയ്താൽ ഒന്നുകൂടെ നല്ലതാണ്. അപ്പം നമ്മുടെ സ്പിനച്ച് ആൻഡ് കോൺ ബേക്കിൻ്റെ കുക്കിംഗ് കഴിഞ്ഞു, അസംബ്ലിങ്ങും കഴിഞ്ഞു. ഇത് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. സ്പിനച്ച് ആൻഡ് കോൺ ബേക്ക് ഞാൻ അവനിൽ 25 മിനിറ്റ്സ് ആണ് എൻ്റെ അവനിൽ എടുത്തേക്കുന്ന ടൈം. ഇത് നല്ല ചീസിയാണ്, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടം. ഇത് നിങ്ങൾക്ക് ഗാർലിക് ബ്രെഡിലൂടെ സെർവ് ചെയ്യാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പി നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെജ് ബേക്കിൻ്റെ കൂടെ നമ്മൾ കാണിച്ചായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഗാർലിക് ബ്രെഡ് നല്ലൊരു ഓപ്ഷനാണ്. അതിൻ്റെ കൂടെ സാലഡ് ഉണ്ടെങ്കിൽ നല്ലൊരു മീലായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈമാസ് കുക്കിംഗ് ക്ലാസ്.